ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും പ്രിൻസി ടൈം സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഡേറ്റ് നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലർക്കും സിസ്റ്റമൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും കൂടുതൽ പേര്. ഇപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികളായാലും അതുപോലെ തന്നെ നമ്മുടെ മുമ്പ് വീഡിയോ കണ്ടവരായാലും ഒക്കെ എല്ലാവർക്കും സിസ്റ്റമോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഒക്കെ ഉള്ള ആൾക്കാരല്ല എല്ലാവരും. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ്രോയിഡോ അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ഡേറ്റ എടുക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഒരു 9 മണിക്കൊക്കെയാണ് സാധാരണ എല്ലായിടത്തും നമ്മൾ സ്ലോട്ട് ഓപ്പണായി കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, അതിനകത്തേക്ക് കയറുക, ഡേറ്റ എടുക്കാൻ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ആവശ്യമാണ്. അപ്പോൾ അത് കയ്യിലുള്ളവർ അത് ഉപയോഗിക്കുക. അതല്ല എങ്കിൽ നിങ്ങളിപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ വഴിയൊക്കെ ആയിട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കുന്നതെങ്കിൽ അവരുടെ കയ്യിൽ ആപ്ലിക്കേഷൻ നമ്പർ കാണും. അതെന്ത് ചെയ്യുക, നേരത്തെ തന്നെ വെച്ചിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് നമ്മുടെ ഉപയോഗിച്ച ഫോൺ നമ്പർ, അതിലൊരു OTP വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫോൺ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇപ്പോൾ സ്ലോട്ട് നമ്മളിത് ഡേറ്റ എടുക്കുന്ന പ്രോസസ്സ് വളരെ വേഗത്തിൽ ചെയ്യുക. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 9 മണിക്ക് സ്ലോട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒരു 9:02 9:05 വെച്ച് ഒരു 5 മിനിറ്റിനകത്ത് വെച്ച് തന്നെ ആ സാധനം തീരെയാണ്, സ്ലോട്ട് കംപ്ലീറ്റ് തീരെയാണ്. വെച്ചാൽ ഒരു ദിവസം നമുക്ക് കഷ്ടിച്ച് 1-2 പേർക്ക് മാത്രമാണ് നമുക്ക് ഡേറ്റ എടുക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, കാരണം എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരും എന്ത് ചെയ്യും, എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫോൺ വിളിച്ച് OTP ഒക്കെ കളക്ട് ചെയ്ത് വരുമ്പോഴേക്കും ടൈം കഴിയും, ടൈമല്ല സ്ലോട്ട് തീരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോലും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യുക, പരമാവധി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും എന്താണ് ഡ്രൈവിംഗ് സ്കൂളുകാരെ ഒന്നും ഒരു ഭാഗത്തുള്ള തെറ്റല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ഈ ക്രമം കൃത്യമായിട്ടൊന്ന് ചെയ്താൽ മതി, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് തന്നെ ഡേറ്റ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ആദ്യം നമ്മുടെ ഫോണിലുള്ള ഏതാണോ ബ്രൗസർ അതിൽ കയറുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഗൂഗിളാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ഗൂഗിളിൽ നമ്മൾ ആ ഒരു സെർച്ച് ബാറിൽ നമുക്ക് ആ വാഹൻ സാരഥി ഓക്കെ എന്ന് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ മിക്കവാറും ആദ്യം തന്നെ അതായത് ഇതുപോലെ നമുക്കിത് ഈ കാണുന്നത് പോലെ ഒരെണ്ണം വരും. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോഴേക്കും അത് ഓപ്പണായി വരും. അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ലേണേഴ്സ് ലൈസൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കാണും. അതിൽ മോറ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ലൈസൻസ് മെനു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ആ ലൈസൻസ് മെനുവിൽ നിന്നും അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നിന്നതാ നമുക്ക് അതിൽ തന്നെ കാണാം DL ടെസ്റ്റ് സ്ലോട്ട് ബുക്കിംഗ്. ഓക്കെ, അത് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഡേറ്റ എടുക്കുന്നതിനുള്ളതാണ്. ആ ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്കവിടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ ലേണേഴ്സ് ലൈസൻസ് നമ്പർ എന്ന് 2 ഓപ്ഷൻ വരും. നമ്മൾ നോർമലി ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ചാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തു ചെയ്യേണ്ടത്. അതിന് ശേഷം ബാക്കി നോക്കി അപ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പരും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലൊരു ക്യാൻവാസ് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് നമ്മുടെ താഴെയായിട്ട് വരുമ്പോൾ നമ്മൾ ഏതൊക്കെ വാഹനത്തിൻ്റെ ലൈസൻസിനാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അത് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് 2 എണ്ണം ഉണ്ട്, ലൈറ്റ് മോട്ടോർ വെഹിക്കിളും ഉണ്ട്, മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയറും ഉണ്ട്. അപ്പോൾ അത് രണ്ടിലും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ഇതുപോലൊരു ടിക്ക് അവിടെ വരും. അതിന് ശേഷം എന്ത് ചെയ്യുക, പ്രൊസീഡ് ടു ബുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് താഴോട്ട് പോകുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു കോളം കാണാനായിട്ട് പറ്റും. അവിടെ നീല കളറ്, ചുവന്ന കളറ്, പച്ച കളർ, ഇങ്ങനെ കുറച്ച് കളറുകൾ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ഈ പച്ച കളർ ഉള്ളതാണ് നമുക്ക് ഡേറ്റ എടുക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്ലോട്ട് ഓപ്പൺ ആയിട്ടുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് പച്ച കളറാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിൽ 16 എന്ന് പറയുന്ന ഡേറ്റ് ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, 16 സെലക്ട് ചെയ്തു. ഓക്കെ, അതിൻ്റെ താഴോട്ട് വരുമ്പോൾ നമുക്ക് ടൈം കാണും. ഓക്കെ, നമ്മുടെ സ്ലോട്ട് ബുക്ക് നമുക്ക് ടെസ്റ്റിന് കയറേണ്ട ആ ഒരു ടൈം നമുക്ക് അവിടെ കാണും. അപ്പോൾ ഓരോ ടൈമിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 8:30 മുതൽ 9:15 വരെയാണെങ്കിൽ ഒരെണ്ണമാണ് ഉള്ളത്. ഓക്കെ, അതേസമയം ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ 11:30 മുതൽ 12:15 വരെ 0 എന്ന് വെച്ചാൽ അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 4 എണ്ണം ഉണ്ട്. അതിൽ നമുക്ക് ഏത് ടൈമാണോ അതെന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ബുക്ക് സ്ലോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, സെലക്ട് ചെയ്തു, ബുക്ക് സ്ലോട്ട്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോഴേക്കും ഇതുപോലെ വരും. അതിനുശേഷം നമ്മുടെ ആ ഒരു രജിസ്റ്റേർഡ് നമ്പറിലേക്ക് ഒരു സെക്യൂരിറ്റി കോഡ് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഞങ്ങളൊന്ന് ആ ഒരു സ്റ്റുഡൻറ്റിനെ ഒന്ന് വിളിച്ച് ഞങ്ങൾ ആ ഒരു OTP ഒന്ന് എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആ ഒരു സെക്യൂരിറ്റി കോഡ് ആ ഒരു OTP നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ താഴെ വീണ്ടും ഒരു ഓപ്ഷൻ ഉണ്ട്, കൺഫേം ടു സ്ലോട്ട് ബുക്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, നമ്മൾ ആ സ്ലോട്ട് ബുക്ക് ചെയ്ത് കൺഫേം ആവുള്ളൂ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അത് കഴിയുമ്പോൾ നമുക്കത് ഇതുപോലെ എല്ലാം കൺഫേം ആയി എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു പേജ് നമുക്ക് കാണാൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് OTP ഒക്കെ വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്ചയൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ചേർക്കുകയെങ്കിൽ നമുക്ക് ഫസ്റ്റ് തവണ എന്ത് ചെയ്യാം, ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ശ്രദ്ധിച്ച് തന്നെ എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്.
അപ്പോൾ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ ഡേറ്റകൾ എടുക്കാൻ ശ്രമിക്കുക ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. കാരണം സ്ലോട്ടുകൾ വളരെ കുറവാണ്, വളരെ പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്, സ്ലോട്ട് തീർന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ നമ്പർ മറ്റുമൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടാൽ മതി. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.